ഇത് പീലി എന്ന് വിളിക്കപ്പെടുന്ന ഫീലിപ്പോസ്. ഈ പ്രദക്ഷിണത്തിൽ കയറിപ്പറ്റിയതിന് പീലിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എന്നാ പറ്റിയേട്ടാ? മുണ്ട് കുന്നത്തല്ലയോ? അല്ല, പാലക്കുന്നേല. അതല്ല, ഷണ്ടിയുടെ കാര്യമേ. അയ്യോ, കണ്ടോ? ആ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ മുണ്ട് ശരിക്കും കൊടുക്കും, ഞാൻ പിടിക്കാം. ചേട്ടാ പിടിച്ച. ശരി കൊടുത്തിട്ടോ കേട്ടോ. ഈ പ്രണയാർദ്രമായ നോട്ടം കണ്ടാൽ സാക്ഷാൽ ഋത്തിക് റോഷൻ പോലും നമിച്ചു പോകും. ഒറ്റ നോട്ടത്തിൽ വളക്കലാണെന്ന് തോന്നുമെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും വളക്കലല്ല, പൊട്ടിക്കലാണെന്ന്. ഇത് ഷാജി, ഈ ഗ്രൂപ്പിലെ മൂന്നാമൻ. അതായത് ദേ ഇങ്ങനെയൊക്കെ തന്നെ. അച്ഛോ, കള്ള മാല പൊട്ടിച്ചോണ്ടോടി അച്ഛോ. നോക്കി നിൽക്കാതെ പോയി പിടിക്കാം. അച്ചോ, പൊന്നും കുരിശ്. ആരാത്? ആരത്? കർത്താവേ, തിരിഞ്ഞു നോക്കല്ലേ? അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എങ്ങോട്ട് നോക്കില്ല. എന്താ തിരിച്ചു വിട്ടു? നാട്ടുകാർ വയലന്റ്. അവിടുന്ന് വരുന്നവന്റെ വയലന്റ്. അവിടുന്ന് പൊന്നുണ്ടാ. നാശം, ഒരു മാല പൊട്ടിക്കാൻ പഠിച്ചിട്ടില്ല തെണ്ടികൾ. പാല് പൊട്ടിച്ചൊക്കെ കറക്റ്റാ. പെണ്ണിന്റെ ഒലക്കലിന്റെ റൊമാൻസാ മൊത്തം. എന്ത് റൊമാൻസ്? ഒരു ചേട്ടായി പോലെയൊന്നും വരില്ല. പിന്നെ ചാരോടിയാലേ ഒന്നും നോക്കണ്ട. സറണ്ടർ എന്ന് വെച്ചാല് മതിൽ ഞാനേ. ഒന്നും മിണ്ടായിരിക്കണം. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? പൊന്നും കുരിശടിച്ചു മാറ്റിട്ടെ. എന്താ പ്രശ്നം? അത്രേ ഉള്ളൂ. അച്ഛനെ ഇങ്ങോട്ട് വന്നേ. ഇനി കളയല്ലേ? ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ മാലയോ? അച്ഛാ മാല. ഇനി നമ്മൾ യാതൊരു പ്രശ്നമില്ല. ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അതന്നെ. കുരിശ് കിട്ടി, മാല കിട്ടി ഇല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ശരിയായി, എല്ലാം ഓക്കെ. അന്തോളിപ്പിന്റെ ഡ്യൂറേഷൻ ഇപ്പൊ തീരും. പോയി പിടിക്കേ. കാലം കൂടെ കേട്ടോ. ഒരു മോഷ്ടിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. പഠിച്ചാൽ പള്ളി എന്തിനങ്ങോട്ട് വന്നേ? കുമ്പസാരിക്കാൻ വന്നു വിട്ടാലേ. ഇപ്പൊ നാട്ടുകാര് നമ്മൾ അന്വേഷിച്ച് പുറത്ത് പരക്കാൻ വയ്യായിരിക്കും. ഒറ്റ മനുഷ്യൻ ഇവിടെ കാണത്തില്ല. അപ്പോ ഇവിടെയാണ് സേഫ്. എൻ്റെ കർത്താവേ, നിനക്ക് ഒരു കുരിശല്ല ചുമക്കേണ്ടി വന്നുള്ളൂ. എൻ്റെ ഇടവും വലവും കുരിശുകളാ. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് കുരിശായ പിന്നല്ലാണ്ട്. നിന്റെയൊക്കെ മാല പൊട്ടിക്കൽ പാളിയതല്ലേ ഈ കുരിശിന് മൊത്തം കാരണം. ഇല്ലായിരുന്നെങ്കിൽ ആ പൊന്നും കുരിശുമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടേനെ. ഹലോ, ആ അതെ, പൗലോസ് മുതലാളിയാണ്. ഓ, സാറായിരുന്നോ? ആ, എന്തേലും വിവരം ഉണ്ടെങ്കിൽ അറിയിച്ചേക്കണേ. ഓക്കെ. ആരാ? സ്റ്റേഷനിൽ നിന്ന് SI ആയിരുന്നു. അവന്മാരെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടിയെന്ന്. ഈ പോലീസുകാരെ സമ്മതിക്കണം. നിമിഷ നേരം കൊണ്ടല്ലോ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണം. എന്നാ പൗലോസ് ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി അച്ചോ. എടാ, ഓ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെക്ക്. എന്നാ ഓട്ടോടന്മാര് ഓടിച്ചത്. ശരി അച്ഛൻ. ഹലോ, ആരാ? എന്നാ സാധേവ രാത്രിയില്? എന്നതാ പുലി ഇറങ്ങിന്നാ? വാറുണ്യ വേട്ടക്കാരൻ? ഞാനൊന്ന് നോക്കട്ടെ. അവനുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ശരി എന്നാ, ഓക്കെ. അച്ചോ, ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം ഇപ്പൊ ചൂടാവേ.
ആ നീയേ ആ വേട്ടക്കാരൻ വാറുണ്ണിയുടെ വീട് വരെ ഒന്ന് പോകണം. എന്നതിനാച്ചോ? ഗുരുതിമലക്കാവിന്നേ എൻ്റെ പഴയൊരു പരിചയക്കാരനെ വിളിച്ചേ. അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. നാട്ടുകാരെല്ലാരും കൂടെ പിരിച്ചേ 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നേ. അയ്യോ. ആ പിന്നെ അവിടെ ചെന്നിട്ട് ആ മെമ്പർ സഹദേവനെ കണ്ടാൽ മതി എന്ന് പറ. ശരി അച്ഛോ, എന്നാ ശരി. കർത്താവായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചത്. മനസ്സിലായില്ല? ഇല്ല. നമ്മൾ നേരെ കുരുതിമലക്കാവിലേക്ക് പോകുന്നു, വേട്ടക്കാരായിട്ട്. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ നോക്കിയിട്ടേ മാർഗമുള്ളൂ. ഇന്റെ ഇത് പുലിയാണ്, അല്ലാതെ ആടും പശു എന്നല്ല. അതിനെ പുലിയെ പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മൾ ആ പേരും പറഞ്ഞ് അവിടെ ചെന്ന് സുഖിച്ച് കഴിയുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങുമ്പോൾ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. അതോളാം. അപ്പൊ എങ്ങനെ നമ്മൾ പോവില്ലേ കുരുതിമലക്കാവിലേക്ക്? പിന്നെ അല്ല, പിന്നെ അല്ല. കർത്താവേ, താങ്ക്സ് ഉണ്ട് ട്ടാ. താങ്ക്സ് വെരി മച്ച്. ഈ അവസ്ഥയാക്കരുതേ.